ഗ്ലോറി ഇവിടം വിട്ടിട്ടുണ്ടാവും എന്ന ഉറപ്പിൽ ഞാൻ എത്തിയതൊന്നുമല്ല. അത്രയ്ക്ക് ശക്തമായിരുന്നു തെരച്ചില്. ഒരുപക്ഷെ പുറത്തിറങ്ങിയ ഗ്ലോറിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? വേണമെങ്കിൽ ASP തന്നെ. ആവാം സാർ. ആ വഴിക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. ഗ്ലോറിയെ കണ്ടെത്തുന്നവരെ ഞാൻ വിശ്രമിക്കില്ല. ഗ്ലോറി വരാൻ സാധ്യതയുള്ള എല്ലാ വീടുകളും ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. എല്ലാവരോടും ശ്രദ്ധിക്കാൻ സാർ കൂടി ഒന്ന് പറയണം. ഞാൻ ശ്രദ്ധിച്ചോളാം. കൂട്ടത്തിൽ നിന്നും ഒരാളെ അവളുടെ ഭ്രാന്തിന് മുന്നിൽ ബലികഴിക്കേണ്ടി വന്നാൽ പിന്നെ അവളെ കീഴടക്കുന്നതിൽ അർത്ഥമില്ല. ചോര വീഴുമെങ്കിൽ അത് അവളുടേത് മാത്രമായിരിക്കണം. ഞാൻ പറഞ്ഞു. He's a smart officer. Yes, sir. 100 പേരെ കൊല്ലാനുള്ള ആവേശത്തോടെ ഗ്ലോറി പുറത്തിറങ്ങിയിട്ടും ബാക്കിയുള്ളവർ സംരക്ഷിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നത് ഇയാളിലുള്ള വിശ്വാസമാണ്. അയാൾക്കതിന് കഴിയും. ഐ എം ഷുവർ. സാധിക്കണം. അയാൾ പറഞ്ഞതാണ് സത്യം. ചോര വീഴുമെങ്കിൽ അത് ഗ്ലോറിയുടേത് മാത്രമായിരിക്കണം. ഇപ്പൊ തന്നെ വിളിച്ചറിയിക്കണം സാറേ. വിടരുത് അവളെ. CA സാർ ഇപ്പൊ വരും. എവിടെ വെച്ചാ ശരിക്കും അവളെ കണ്ടത്? ഞാൻ 2-3 ദിവസമായിട്ട് കെട്ടിട പണിക്കാരുടെ കൂടായിരുന്നു. ഇന്നലെ പൊളിച്ചിട്ട പലകളൊന്ന് അടുക്കി വെക്കാൻ പറഞ്ഞിരുന്നു എന്നോട്. ഞാൻ മുകളിലോട്ട് കയറി ചെന്നപ്പോ അവിടെ ഒരു മൂലയ്ക്ക് പതുങ്ങിയിരിക്കുക. പിടിച്ചു നിർത്തി ബഹളം വച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാ. കൊല്ലാൻ നടക്കുന്നവളല്ലേ, പിന്നെ പേടിയായി. അയ്യപ്പനെ അവള് കണ്ടോ? ഇല്ല, ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഗ്ലോറി പുറത്തിറങ്ങിയാൽ എല്ലാവർക്കും പേടിയുണ്ട്. ഒരു കരിയില അനങ്ങിയ ഗ്ലോറിയുടെ കാൽച്ചുവടാന്നാ എല്ലാവരും വിശ്വസിക്കുന്നത്. മനസ്സിൽ പേടിയുള്ളതുകൊണ്ട് അയ്യപ്പന് തോന്നിയതല്ലോ. അല്ല സാറേ, എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. അത് അവള് തന്നെയാ. അവളെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാരെയും അവള് പേടിപ്പിച്ച് കൊല്ലും. അല്ലെങ്കിൽ കുറച്ച് കാശ് കൊടുത്ത് ഏതെങ്കിലും ഗുണ്ടയുടെ വിട്ട് അവിടെ കൊല്ലാൻ പറ സാറേ. നശിച്ച് തീരട്ടെ അവള്. അതൊന്നും വേണ്ട. CA വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ശരി. ഓക്കെ സാർ. ആരാമാണ്? CA സാറാ. അയ്യപ്പൻ ചേട്ടനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എന്നാ വൈകണ്ട മോളെ. ഒരു നിമിഷം താമസിച്ചാൽ അവള് രക്ഷപ്പെടും. നമുക്ക് പോവാം. ഞാൻ പോയിട്ട് വരാച്ചാ. സത്യമായിരിക്കണം ഈശ്വര, അവളെ പിടികൂടാൻ പോലീസിന് കഴിയണേ. ഇത്രയും പോലീസുകാർ തിരക്കി നടക്കുന്നതിനിടയിൽ രക്ഷപ്പെടാൻ അവൾക്ക് കഴിയില്ലടോ. പോലീസുകാരവളെ കീഴടക്കും. താനിപ്പോ തൽക്കാലം ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അത് വേറെ വ്യാഖ്യാനങ്ങളുണ്ടാകും. ഈ കോലാഹലങ്ങൾക്കിടയിൽ ഞാൻ എന്റെ യൂണിഫോം സംരക്ഷിക്കേണ്ട ബാധ്യതയിലാണ്. ആ ബാധ്യതയ്ക്ക് ഞാൻ തല്ലുകൊള്ളണോ സാറേ? കൂട്ടത്തിൽ സാറുണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാൻ ഇത്രയും കാലവും നിന്നത്. സാറിനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്റെ തടി രക്ഷിക്കണ്ടേ? തന്നോട് ഇതിനിടയിൽ വന്ന് ചേടാൻ ഞാൻ നിർബന്ധിച്ചാണോ? ഗ്ലോറി ഒന്നുമില്ലാത്തവളെ അധപ്പതിച്ച അവസ്ഥയിൽ സഹായം വാഗ്ദാനം ചെയ്ത് കൂടെ നിന്നവനാ താൻ. കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. അതല്ലെങ്കിൽ തന്നെ രക്ഷപ്പെട്ട് എവിടെ പോരാണോ? തിരഞ്ഞു വരും ആളുകള്. അങ്ങനെ തിരഞ്ഞാൽ എത്താത്ത സ്ഥലത്തേക്ക് പോകാൻ എനിക്കറിയാം. തൽക്കാലം താനം നടങ്ങും. ആർക്കും ദോഷമില്ലാത്ത അവസ്ഥയിൽ ഇതൊന്ന് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാ സർ? എടോ, ഇനിയെല്ലാം അവസാനിപ്പിക്കുന്നതാ ബുദ്ധി. ഏതെങ്കിലും നിലയ്ക്ക് നമ്മൾ കൂടി തെരഞ്ഞ് കണ്ടുപിടിച്ച് ഗ്ലോറിയെ തിരിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ നമ്മൾ ഫ്രീ. ഗ്ലോറിയെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞ നിലനിർത്താൻ എന്തെങ്കിലും മാർഗം കൊണ്ടൊന്ന് പരിശോധിക്കുകയോ ആവാം. എന്നാ പിന്നെ ബാക്കിയെല്ലാം സാർ ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരും. പിടിച്ചു കൊടുത്ത് കൈയൊഴിയുക, അതല്ലാത്ത മാർഗം ചിന്തിക്കേണ്ട സാറേ. ശരി, എങ്കിൽ പിന്നെ താൻ തന്നെ മാർഗത്തിൽ തിരഞ്ഞോ. ഞാനും ശ്രമിക്കാം. എല്ലാം കൂടി അതിജീവിക്കില്ല ഗ്ലോറി.
താഞ്ചല്. എന്നാ ശരി. അയ്യപ്പൻ പറഞ്ഞ സ്ഥലം മുഴുവൻ തെരഞ്ഞു, പക്ഷെ അവിടെയെങ്ങും കാണില്ല സർ. ഇടത്താവളം ഒരുക്കാൻ ഉന്നതന്മാരുള്ള ഒരു ക്രിമിനലിനെയും ആരും തിരഞ്ഞു കണ്ടുപിടിക്കില്ല. ഗ്ലോറി ഭ്രാന്തിയാണ്. 100 പേരെ കൊന്നാലും തൃപ്തിയാകാത്തൊരു മനസ്സുണ്ട് അവൾക്ക്. പക്ഷേ നാടരിച്ചു പറക്കുന്ന സാറിന്റെ കണ്ണിൽ നിന്ന് ഒളിക്കണമെങ്കിൽ അവൾക്ക് സഹായം ഉണ്ടാവും. ASP കൃഷ്ണമൂർത്തിയും അഡ്വക്കേറ്റ് ബലഭദ്രനും ശേഷിയുള്ളവരെ സാർ അവരവളെ സംരക്ഷിക്കും. എന്നിട്ട് ഭ്രാന്തമായ ചെയ്തികൾക്ക് യുക്തമായ സമയം നോക്കി അഴിച്ചുവിടും. അവൾ കൊല്ലും സർ. വൈരാഗ്യമുള്ളവരെ മുഴുവനും അവൾ കൊല്ലും. ബക്കർ, പോലീസിന്റെ പരിമിതികൾ എനിക്കും തനിക്കും അറിയാം. ഒന്ന് വിശ്രമിക്കാതെ അവളെ തിരയാൻ ഞാൻ തയ്യാറാ. പക്ഷേ താൻ പറഞ്ഞ പോലെ ഗ്ലോറിക്ക് സഹായം ഉണ്ടെങ്കിൽ അത് ഇരുണ്ട വഴികളാണ്. അത് തിരയണമെങ്കിൽ അതേ മാർഗം തന്നെ നമ്മൾ സ്വീകരിക്കണം. ഗ്ലോറിയെ പിടികൂടിയേ പറ്റൂ. അതിന് ബക്കറിന്റെ ശേഷി എനിക്ക് വേണം. ഇരുട്ടിലെ തന്റെ കൂട്ടുകാരുടെ ശേഷി. ഇറങ്ങാം സർ. സാറിന്റെ റിക്വസ്റ്റിന്റെ പേരിലൊന്നുമല്ല, ഇതെന്റെ കടമയാണ്. തലച്ചോറിൽ അഗ്നിപർവ്വതം പോഞ്ഞാലും ഇനി ഒരാൾ അവൾ തൊടില്ല സർ. പക്ഷേ ഒരു കാര്യം സാറിന്റെ ഡിമാൻഡിലുണ്ടാവും. എന്താ? ഗ്ലോറിയെ ജീവനോടെ വേണമെന്ന്. തെരഞ്ഞു പിടിച്ച് അഡ്വക്കേറ്റ് ബലഭദ്രന്റെ കറുത്ത കോടിന്റെ സംരക്ഷണയിലേക്ക് ഞാൻ അവളെ വിട്ടു തരില്ല സർ. കൊല്ലും. എന്നിട്ട് എവിടെയെങ്കിലും അഴുകി വീർത്ത് വികൃതമായി കിടക്കുമ്പോ കണ്ടെത്തിക്കോ സാറ്. എന്നിട്ട് കൃത്യമായ അന്വേഷണം നടത്തണം. സാറല്ല, സാറിന്റെ മുകളിലിരിക്കുന്ന ആരന്വേഷിച്ചാലും തെളിവുണ്ടാവില്ല. തെളിവുണ്ടാക്കില്ല സർ. ബക്കർ, യൂണിഫോമിൽ നിൽക്കുമ്പോ നിയമം നിയമമായി നടക്കട്ടെ എന്നേ ഒരു പോലീസുകാരന് പറയാൻ പറ്റും. പക്ഷേ ഈ കാര്യത്തിൽ ഞാനത് മറികടക്കുക. ഒരിക്കൽ കൂടി ഞാനും താനും അടങ്ങുന്ന വലിയൊരു കൂട്ടം നിയമത്തിന്റെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ നിസ്സഹായരായി നിൽക്കരുത്. കൊല്ലണവളെ. താങ്ക് യു സർ. ആദ്യം മുടക്കേണ്ടത് അവൾക്കുള്ള സഹായങ്ങളാണ്. എങ്ങനെ? അതിപ്പോ തൽക്കാലം സാർ അറിയണ്ട. അറിയുമ്പോ സാറൊന്ന് ഞെട്ടും. ആവേശം ചിലപ്പോ അതിരുവിടാറുള്ളത്. എനിക്ക് സൂക്ഷിക്കണം താൻ. എന്തോന്നു സൂക്ഷിക്കാനാ സാറേ? നനഞ്ഞു വിറങ്ങലിച്ച് വെടിമരുന്നായിട്ടല്ല, ആകാശത്തിലേക്ക് കത്തി പൊട്ടണം. അതായിരിക്കണം ലൈഫ്. ചത്തു കിടക്കുമ്പോ ഒരു നോട്ടം നോക്കി ആൾക്കാർ പറയണം, പഹയൻ ജീവിച്ചിട്ടാ മരിച്ചത്. സാർ വയ്ക്കോ. ഗ്ലോറിയുടെ കൊട്ടേഷൻ ഈ ബക്കർ ഏറ്റെടുത്തു. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് ശവശരീരത്തിന്റെ പൊതുദർശനത്തിനായിരിക്കും. ഓക്കെ? ബഷീർ, എന്തൊക്കെയുണ്ട് വിശേഷം? തനിക്കെന്താ വേണ്ടത്? നമുക്ക് കുറച്ച് സംസാരിക്കുന്നുണ്ട്. വന്നേ. താനാരാ? റോഡിലൂടെ യാത്ര ചെയ്യുന്നവന്മാരെ തടഞ്ഞു നിർത്താനും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും തനിക്കെന്താ അധികാരം? നിന്റെ വാപ്പ തന്ന അധികാരം. എന്തടാ? അതേടാ, വഴിയിൽ തടഞ്ഞു നിർത്താൻ മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ ജീവൻ എടുക്കാൻ വരെ പടച്ചോൻ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. കാണോ? എവിടെയാടാ ഗ്ലോറി? അവള് വിളിച്ചിരുന്നോ നിന്നെ? തനിക്കെന്താ വട്ടിളകിയോ? വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാവുന്ന ഒരു ജോലി തനിക്കുണ്ടായിരുന്നു. അത് പണ്ട്. ഇപ്പൊ അതിന് വന്നാലേ. മോനെ ബഷീറെ, പോലീസിലായിരുന്നപ്പോ ഞാൻ തല്ലുമായിരുന്നു. പക്ഷേ അതിന് കണക്ക് വെക്കണം സർക്കാരിന്. ബോധിപ്പിക്കുകയും വേണം. പിന്നെ മുകളിൽ നിന്നുള്ള വിളി. ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല. ഞാനും പടച്ചോനും തമ്മിൽ നേരിട്ടുള്ള കണക്കാ. കാണോ ബഷീറിന്? എന്നെ തടഞ്ഞു നിർത്തി ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? എനിക്ക് പോണം. എങ്ങോട്ടാണ് നിനക്ക് പോണ്ടത്? മോനെ ബഷീറെ, മാറ്റർ ഗ്ലോറിയാണ്. പോലീസ് തിരഞ്ഞിട്ടും കണ്ടെത്താനാവാത്ത അവളെ ഇനി തിരയുന്നത് ഞാനാ, സർവസ്വതന്ത്രനായ ബക്കർ. എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്താതെ തന്നെ എനിക്ക് നിന്നെ പൊക്കാം, തെളിവുകളൊന്നുമില്ലാതെ തട്ടാം. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട ഗ്ലോറിക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബഷീറെ നിഷേധിക്കും. അപ്പോ ഈ റോഡ് വെച്ചാൽ നമുക്ക് കളി ഉണങ്ങേണ്ടി വരും. പകരം ക്ഷമിക്കാം. ഇതുവരെ ബഷീർ ഗ്ലോറിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാം. ഇതൊരു മുന്നറിയിപ്പാണ് ബഷീറെ.
ഇനി ഗ്ലോറിയെ സഹായിക്കരുത്. സഹായിച്ചാൽ സഹായത്തിന്റെ വീര്യമറിയാൻ ഇവിടെ നിന്ന് ചോര കുത്തിയെടുക്കും ഞാൻ, നീ പെടഞ്ഞു തീരുന്നവരെ. കേട്ടോ? പിന്നെ ഓർത്തു, എന്റെ കൺമുമ്പിൽ കിടക്കുന്ന സ്ക്രീനിലെ നീ ഇനി ചലിക്കൂ. ചലനം പിഴച്ചാൽ നിന്റെ നെഞ്ചിലെ ചലനം അവസാനിപ്പിക്കുന്നു. മൈൻഡ് ഇറ്റ്. ഹലോ, ആ ഞാൻ ഉടനെ എത്തും. ആ എന്താ കാര്യം? സാറ് വന്ന് വണ്ടിയെ കയറ്. നീ ആരാ? അതൊക്കെ പിന്നെ പറയാം സാറേ. സാറ് വന്ന് വണ്ടിയെ കയറ്. നിനക്കൊന്നും എന്നെ അറിയില്ല. പോരുത്. നമസ്കാരം സർ. സമ്മതിച്ചു വന്നിരിക്കുന്നു സാറിനെ. ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തിച്ചത് ഞാനാണെന്ന് അറിയുമ്പോ സാർ ഒന്ന് ഞെട്ടും എന്ന് ഞാൻ കരുതി. ഒരാളുടെ കഴിവും കഴിവുകേടും എനിക്ക് നന്നായിട്ട് അറിയാൻ പക്കറേ. വഴിയിൽ വണ്ടി തടഞ്ഞ യുവമാരെ ഒതുക്കാൻ എന്റെ റാങ്കിന് എനിക്ക് കിട്ടിയ ട്രെയിനിങ് ധാരാളമാണ്. എന്നിട്ടും വെറും ഒരു ബന്ദിയെ പോലെ ഞാൻ യുവമാരുടെ കൂടെ ഇങ്ങോട്ട് വന്നു. തന്നെ ഒന്ന് കാണാൻ തന്നെയാ. കൊള്ളാം സർ. ഇപ്പോ റാങ്കിങ്ങിൽ കുറച്ച് മേലെ സാറാ. ഉദ്ദേശം വേറൊന്നുമില്ല സർ, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതൊരു താക്കീതുമാണ്. അല്ലാതെ താനേ തേർഡ് റേറ്റ് ഏർപ്പാട് നിൽക്കില്ലെന്ന് എനിക്ക് എന്തായിട്ടറിയാം. ഇതുവരെയുള്ള തന്റെ കളികളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അധികം ഒന്നും മുഷിപ്പിക്കാതെ കൊണ്ടുപോയിരുന്ന രീതി. പക്ഷേ ഇവിടെ താനത് മുറിച്ചു, വളരെ ക്ലീനായിട്ട്. ഇനി പറ ബക്കറേ, എന്താ തന്റെ ഉദ്ദേശം? സാറേ, ആദ്യം നമുക്ക് ഓരോന്ന് പിടിപ്പിക്കാം, എന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. സ്റ്റോപ്പ് യു ബ്ലഡി. ASP കൃഷ്ണമൂർത്തിയെ സൽക്കരിക്കാൻ വേണ്ട പദവി നിനക്കായി എന്ന തോന്നൽ നിന്റെ അഹങ്കാരം. ഈ സംസാരം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയാൽ അതോടെ തീർന്നു നിന്റെ അഭ്യാസം. പിന്നെ കേരള പോലീസിന് ശക്തി പരീക്ഷിക്കാനുള്ള ഇടമായിരിക്കും നിന്റെ ഈ ശരീരം. കേൾക്കട്ടെ, നിനക്ക് പറയാനുള്ള എന്താണ്? സാറേ, മറ്റൊന്നുമല്ല, ഗ്ലോറിയെ കുറിച്ചാ. അക്കാര്യത്തിൽ എന്റെ സ്റ്റാൻഡ് ഇതിനു മുമ്പേ പറഞ്ഞു. സാറേ, അതല്ല. ഗ്ലോറി പുറത്തിറങ്ങിയാൽ സാറിന് പങ്കില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ പുറത്തിറങ്ങിയ ഗ്ലോറിക്ക് സഹായം ആവശ്യമുണ്ടാവും. അഡ്വക്കേറ്റ് ബേലഭദ്രനോ ബഷീറോ ആ സഹായം ചെയ്യില്ല. സാറും ചെയ്യാൻ പാടില്ല. അഡ്വക്കേറ്റ് ബേലഭദ്രനോ ബഷീറോ ആ സഹായം ചെയ്യില്ല. സാറും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടേ സാർ ഇവിടെന്ന് പോകൂ. ബക്കറേ, സോറി സർ, മാർഗം വളരെ ചീപ്പാണ്, എനിക്കറിയാം. ഭീഷണി വളരെ തരം താഴ്ന്നത്. പക്ഷേ ഗ്ലോറിക്ക് നിലനിൽപ്പുണ്ടാവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. സോ തന്റെ ഈ ആൽബലം കണ്ട് ഞാൻ പേടിക്കണം. ഇന്നു മുതൽ ASP കൃഷ്ണമൂർത്തി നിന്റെ അടിമയാവണം. അല്ലടാ പുല്ലേ. തറവാട്ട് മഹിമ കൊണ്ടും ദേശത്തിന്റെ പെരുമ കൊണ്ടും നീ പഠിച്ച അഭ്യാസം എന്തായാലും അത് ചെലവാകില്ല ഈ കൃഷ്ണമൂർത്തിയുടെ അടുത്ത്. അതുകൊണ്ടാ ക്രിമിനലായ നിനക്ക് അതിനുമേലെ യൂണിഫോം സംരക്ഷിക്കാൻ കഴിയാതിരുന്നതും ഞാനിന്നും ആ യൂണിഫോം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതും. കളി വേണ്ട ബക്കറെ, അവസാനിപ്പിക്കും ഞാൻ. അങ്ങനെ പോയാലോ സാറേ? കൈയെടുക്കടാ.
ഗ്ലോറിക്ക് സഹായം ചെയ്യാൻ തൽക്കാലം സാർ ഉണ്ടാവരുത്. ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ തന്നെ സാറിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. ASP കൃഷ്ണമൂർത്തിക്ക് ഒരു ചെറിയ വിശ്രമം. ബക്കറിന് യൂണിഫോം വേണ്ട സാറേ. ക്രിമിനൽ ആയാ മതി. പക്കാ ക്രിമിനൽ. സർ, ASP പ്രതികരിക്കില്ലേ? ഷുവർ. എത്ര അഴിമതിക്കാരനായാലും ഏത് ക്രിമിനലിന് കൂട്ടുന്നാലും ASPയുടെ 2 കാലുകളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നല്ല വിലയാ. അയാളത് മുതലെടുക്കും. എനിക്കറിയാം. ഗ്ലോറിയെ പോലീസ് തിരയുന്നതിനേക്കാളും ക്രൂരമായിട്ട് ഒരുപക്ഷെ പോലീസ് എന്നെ വേട്ടയാണ്. എന്തിനാ സാർ അങ്ങനെ ചെയ്തത്? ഗ്ലോറിക്ക് സഹായം ചെയ്യാൻ ഒരാൾ പുറത്തുണ്ടാവാൻ പാടില്ല. കാർത്തികേയൻ ഇപ്പൊ അവളുടെ ശത്രുവാ. അഡ്വക്കേറ്റ് ബലഭദ്രൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല. പിന്നെയുള്ളത് ASP കൃഷ്ണമൂർത്തിയാ. കുറച്ചു ദിവസത്തെ ലീവ് അനുവദിച്ചതാ ഞാൻ. സാർ സൂക്ഷിക്കണം. നല്ലതിന്റെ കൂടെ നിന്നാലും ചീത്തയുടെ കൂടെ നിന്നാലും നമുക്കൊരു പോളിസിയുള്ളൂ. വെട്ടണം, എതിരാളി വീഴുന്നത് വരെ. ബക്കർ, ഗ്ലോറി പുറത്തിറങ്ങി എല്ലാവരെയും പേടിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ താൻ കൂടിയുണ്ട്. അറിയാം സർ. നിങ്ങൾ പാവങ്ങളാ. നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്കേ പറ്റൂ. ആദ്യമൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോ ഗ്ലോറി എതിർക്കാൻ ഒരു താവളം അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ മനസ്സറിഞ്ഞ് പറയാ, നിങ്ങളെല്ലാവരും വലിയ ഇഷ്ടമാ ബക്കറിന്. ASPയുടെ കാല് തല്ലി തകർക്കുമ്പോ അത് വെറും ഒരു ത്രില്ലായിരുന്നില്ല. ഈ കൂട്ടത്തിൽ ഒരുത്തനാണെന്ന ഉത്തമ ബോധ്യത്തോടെ അത് ചെയ്തത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ബക്കറിന് ചെയ്യാം. ബക്കറിന്റെ പേരിൽ നിങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല, ഉപദ്രവിക്കുകയില്ല. സർ, തൽക്കാലം ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്? അത് തീരുമാനിച്ചല്ലോ. കേരള പോലീസ് മുഴുവൻ ഇറങ്ങി തിരഞ്ഞാലും കണ്ടുപിടിക്കാതെ എന്നെ ഒളിപ്പിച്ചു വെക്കാൻ ശേഷിയുള്ളവരുണ്ട് സർ. ഞാൻ പോവും. ഒറ്റ വിഷമമേ ഉള്ളൂ, അവളെ എന്റെ കൈകൊണ്ട് തീർക്കാൻ പറ്റിയില്ലല്ലോ. സാരമില്ല, ഇതുവരെ ആര് തിരഞ്ഞിട്ടും കണ്ടുപിടിക്കാത്ത ഗ്ലോറിയെ അവിടെ ഇരുന്ന് ഞാൻ തേടി പിടിച്ചോളാം. ബക്കറിന്റെ പിള്ളേരെ ഇറങ്ങും സാറേ, തീർക്കാനേ ഞാൻ അവരോട് പറയൂ. താമസിയാതെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും, ഒരു മരണ വാർത്തയുടെ.